ഒരുപാട് കുട്ടികളുടെ സംശയമാണ് വൈ എജ്യൂപോർട്ട്. എന്തുകൊണ്ട് എജ്യൂപോർട്ട് തന്നെ തിരഞ്ഞെടുക്കണം? വേറെ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്താൽ പോരെ? എന്തുകൊണ്ട് ഇവിടെ തന്നെ വരണം എന്നുള്ളത്. എന്നാൽ ഈ ഒരു വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എജ്യൂപോർട്ടിൽ തന്നെ വരണം എന്ന് ഞങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 10,000-ഓളം കുട്ടികൾ എജ്യൂപോർട്ടിൽ ജോയിൻ ചെയ്തു എന്നുള്ളത്. എന്തുകൊണ്ട് ഇത്രയും കൂടുതൽ കുട്ടികൾ എജ്യൂപോർട്ടിനെ കുറിച്ച് ഇത്രയും അടിപൊളിയായി പറയുന്നു എന്നുള്ളത്. എന്തുകൊണ്ട് കേരളത്തിലെ ലേണിംഗ് ആപ്പിൽ വെച്ച് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ലേണിംഗ് ആപ്പ് എജ്യൂപോർട്ടായി മാറി എന്നുള്ളത്. സോ അതാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളുടെ കഴിഞ്ഞ ആനുവൽ എക്സാമിന്, ക്ലാസ് 8 ആനുവൽ എക്സാമിന് നമുക്ക് നല്ല ടഫായിരുന്നു. 8ാം ക്ലാസ്സിന്റെ മാത്സ് എക്സാം നല്ല ടഫായിരുന്നു. ആ മാത്സ് എക്സാം ഇത്രയും ടഫായിട്ടും ഞങ്ങൾ തലേ ദിവസം ഒരു ലൈവ് നടന്നിട്ടുണ്ടായിരുന്നു. ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതാ നോക്ക്, ഇവിടെ A, B 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ എയിലുള്ള ക്വസ്റ്റ്യൻ 2/10 + 3/100 + 4/1000 ആയിരുന്നു. ഇതിൽ ഞങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ആകെ ഒരു മാറ്റേ ഉള്ളായിരുന്നു. ഇവിടെ 3/100 പകരം ഞങ്ങൾ 8/100 ആണ് ചെയ്തത്. ബാക്കി സെയിം ആയിരുന്നു ഞങ്ങൾ തലേ ദിവസം ലൈവിൽ ചെയ്ത ക്വസ്റ്റ്യൻ. ഇനി 3/20 എന്നുള്ളത് ഡെസിമൽ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3/20 തന്നെ സെയിം, ഒരു മാറ്റവും ഇല്ല, 3/20 തന്നെ ഞങ്ങൾ തലേന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 14 സെന്റിമീറ്റർ 1:4 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ തലേ ദിവസം ചെയ്ത ലൈവിൽ 14 സെന്റിമീറ്റർ ലൈനിനെ തന്നെ ഞങ്ങൾ 1:4 പകരം 3:4 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിച്ചു. ഈ ഒരു 3 മാത്രമേ മാറ്റം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ട്രപ്പീസിയത്തിന്റെ ഈ ട്രപ്പീസിയം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 7, 3, 4, 4 ആവുന്നത്. ഞങ്ങൾ തലേ ദിവസം വരച്ചതും ഈ സെയിം 7, 3, 4, 4 പകരം ഇവിടെ ഒരു 6 എന്ന് പറയുന്ന ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ നമ്പറാണ് മാറ്റം വന്നത്. ഇതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ എല്ലാ പ്ലാറ്റ്ഫോംസും പറഞ്ഞു നമ്മളുടെ പാരലലോഗ്രാമിന്റെ ഏരിയ കാണാൻ എന്തായാലും വരും, പക്ഷേ വരുന്നത് നിങ്ങൾക്ക് ചിത്രം തന്നിട്ട് ഏരിയ കാണാനാണ് വരാന്ന് എല്ലാ കേരളത്തിലെ പ്ലാറ്റ്ഫോമും പറഞ്ഞ സമയത്ത് എജ്യൂപോർട്ട് മാത്രം പറഞ്ഞു അങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ മക്കളെ, നിങ്ങൾ ഇതും കൂടെ നോക്കണം, ഇതും കൂടെ പഠിച്ചു വെച്ചോ, ഇതായിരിക്കും ഏറ്റവും ടഫായി കഴിഞ്ഞാൽ, എക്സാം ടഫായി കഴിഞ്ഞാൽ ഇതാണടാ വരാന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ട് പാരലലോഗ്രാമിന്റെ ഏരിയ കാണാൻ ഞങ്ങൾ തലേ ദിവസം പഠിപ്പിച്ചു. വന്നു, ക്വസ്റ്റ്യനിൽ വന്നു പാരലലോഗ്രാമിന്റെ ഏരിയ കാണാൻ. ഒരിക്കലും പാരലലോഗ്രാം അവിടെ ചിത്രം തന്നിട്ടല്ലായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ നിന്നും പാരലലോഗ്രാമിന്റെ ഏരിയ കാണാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യന് ഞാൻ തലേ ദിവസത്തെ ലൈവിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ ആ ഒരു മോഡൽ പോലും അല്ല, ആ സെയിം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തലേന്നത്തെ ലൈവ് കണ്ട കുട്ടിക്ക്, ഈ തലേന്നത്തെ ലൈവ് ഇരുന്ന് ആ ലൈവിൽ കണ്ടത് എന്താണോ അത് അടിപൊളിയായിട്ട് പഠിച്ചു, ആ ഭാഗം മാത്രം പഠിച്ചു പോയ കുട്ടിക്ക് അടിപൊളിയായിട്ട് എക്സാം പാസ്സാവാനുള്ളതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, തലേ ദിവസത്തെ ലൈവ് ഞങ്ങൾക്ക് എക്സാം പാസ്സാവാനുള്ളത് നിങ്ങൾക്ക് അതുപോലെ അങ്ങനെ തന്നെ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഈ ഒരു തുടക്കം മുതൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പാസ്സാവാനുള്ളതല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഫുൾ മാർക്കിനുള്ളതാണ് ഈ ഒരു എജ്യൂപോർട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എത്രയും നേരത്തെ ഇങ്ങോട്ട് വാടാ, നേരത്തെ ജോയിൻ ചെയ്തേടാ, വേഗം വാ എന്ന് പറയുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നേരത്തെ ഇവിടെ നിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. നിങ്ങളിപ്പോ ഒരു മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് കുറച്ചുകൂടി എമൗണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങോട്ട് കിട്ടുന്നതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും എഫോർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തരാൻ വേണ്ടിയിട്ടാണ്. ഫുൾ മാർക്ക് വാങ്ങിയിട്ട് ഈ ഒരു ആപ്പിൽ നിന്നും, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും, ഈ ഒരു ഓൺലൈൻ ബാച്ചിൽ നിന്നും നിങ്ങൾ പുറത്തു പോവുള്ളൂ. വേണമെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കാം. ഞാൻ പറയുന്നത് വിശ്വസിച്ച് അല്ലെങ്കിൽ ഹനീന മിസ്സിന്റെ കേട്ടിട്ട് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞങ്ങൾ ഈ ഒരു എജ്യൂപോർട്ട് ആപ്പിൽ ജോയിൻ ചെയ്ത എജ്യൂപോർട്ട് സൂപ്പർ ബാച്ചിലെ കുട്ടികളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി. ഇതാണ് ഞങ്ങളുടെ ആപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ ഒരു ആപ്പിന് ഇപ്പൊ നിങ്ങൾക്ക് ഫീ വരുന്നത് 3799 രൂപയാണ് ഈ ഒരു ആപ്പിന് ഫീ വരുന്നത്. ഈ ഒരു സമയം, ഈ ഒരു തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് വേറൊരു പ്രശ്നമല്ല, വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അതായത് ഒരുപാട് കുട്ടികൾക്ക് മാത്സിന്റെ ബേസിക്സ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മാത്സിന്റെ ഒരു ബേസിക് മാത്രം, അതായത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും 1ാം ക്ലാസ് മുതൽ ഈ 7 കൊല്ലം എൻ്റെ മക്കൾ മാത്സിൽ എന്തൊക്കെ പഠിച്ചോ അത് മൊത്തം പറഞ്ഞു തരുന്ന ഒരു
കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ മാത്സ് ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ മാത്സ് ബേസ് കോഴ്സിൽ ഞങ്ങൾ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ കൊടുക്കുന്നത് 999 രൂപയ്ക്കാണ് ഞങ്ങൾ മാത്സ് ബേസ് കോഴ്സ് കൊടുക്കുന്നത്. നിങ്ങൾ 7 കൊല്ലം പഠിച്ച മൊത്തം ബേസിക് 1 മാസം കൊണ്ട് പഠിപ്പിച്ചു തരാം. അതും ഞങ്ങൾ അസസ്മെന്റ് ടെസ്റ്റുകൾ നടത്തി നിങ്ങളുടെ ലെവൽ ഏതാന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് തന്ന് നിങ്ങളെ അതിൻ്റെതായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് പോകുന്നത്. പക്ഷെ നമ്മളുടെ സൂപ്പർ ബാച്ചിലെ കുട്ടികൾക്ക് ഈ ഒരു ബേസ് കോഴ്സ് ഞങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് നൽകുകയാണ്. അപ്പൊ ഈ ഒരു ഫ്രീ ആയിട്ടും ഈ ഒരു സൂപ്പർ ബാച്ചും കൂടിയാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം 3799 നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ എൻ്റെ മക്കള് ദയവ് ചെയ്തിട്ട് ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് മാത്സ് നിങ്ങൾ വീക്ക് ആണെങ്കിൽ വേഗം ഇങ്ങോട്ട് പോര്, ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ഇങ്ങോട്ട് പോരാ. ഈ ഒരു ബാച്ചിനെ കുറിച്ച് എൻ്റെ കുട്ടികൾക്ക് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ കുട്ടികളെ രജിസ്റ്റർ ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ എൻ്റെ കുട്ടികൾ ഈ ഒരു വീഡിയോ ഒന്ന് ലെഫ്റ്റ് അടിച്ച് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. സോ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം. ബൈ.